വെൽക്കം ടു അവർ ചാനൽ FOUSI'S കിച്ചൺ. ഇന്ന് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് എങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്നാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു 10 മിനിറ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. ഒരു 8 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയണ്ട, അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരം, 1 മുട്ടയും ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നാളികേരം അടിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് നാളികേരം എടുക്കുമ്പോൾ അതിലേക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1/2 കപ്പ് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. പിന്നെ ബാറ്റർ ലൂസ് ആവാനും പാടില്ല. അതുകൊണ്ട് ഇതുപോലെ 1 കപ്പ് നാളികേരത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചതുപോലെ മാറ്റി വയ്ക്കുക. നാളികേരപ്പാൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നേരത്തെ സൈഡൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പൊട്ടിച്ച് ഈ ബ്രെഡിലേക്ക് ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ബ്രെഡിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നാളികേരപ്പാൽ അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി, ഇത് ഓപ്ഷനിലാണ്, കളറ് വേണമെന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇതുപോലെ ഒരു ഫ്ലേവറും കൂടിയുള്ള കളറ്, മാംഗോയുടെ ഫ്ലേവറും കൂടിയുള്ള കളർ ഒഴിച്ച് ബാറ്റർ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ. ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഈ ഒരു പാകത്തിൽ അടിച്ചെടുക്കുക. ഇനി നമുക്കിത് സ്റ്റീമറിലാണ് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നമ്മൾ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് വെന്ത് പുറത്ത് എടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ സ്റ്റീമറിലേക്ക് ആദ്യം പ്ലേറ്റ് വെച്ച് കൊടുക്കുക. സ്റ്റീമറിൽ അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മേലത്തെ തട്ടിലാണ് ഇത് വെക്കുന്നത്. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ ഒരു ചെറിയൊരു മൂടി വെച്ച് ഞാൻ ആദ്യം മൂടുന്നുണ്ട്. കാരണം ആവിയിലുള്ള വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ ആദ്യം ഒരു ചെറിയ മൂടി വെച്ച് മൂടിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റീമറിൻ്റെ മൂടി കൊണ്ട് മേലെ ഇതുപോലെ അടച്ചു വെക്കുന്നത്. ഇനി ഇതൊരു 10 മിനിറ്റ് വേണം. അതിന് മുൻപ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറക്കണം. കാരണം ഇതിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഇതിൽ കുറച്ച് tutifruti ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഇതേപോലെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് tutifruti ഇട്ടിട്ടുണ്ട്. ഇത് പകുതി വേവിൽ ഇടുമ്പോഴാണ് ഇനി കുറച്ചും കൂടെ വേവ് ഇത് അതിൽ പ്രസ്സായിട്ട് അതിലിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ പുറത്തേക്ക് വീണ് പോകും. ഇനി വീണ്ടും അത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ അത് വേവിച്ചെടുക്കാം. ഇനി ഇപ്പോൾ 10 മിനിറ്റ് മുഴുവനും ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം വെന്തോന്ന്. പിന്നെ ബ്രെഡും നാളികേരപ്പാലൊക്കെ ഇല്ല, അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിതുപോലെ ഒന്ന് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ കുത്തി നോക്കിയാൽ അറിയാം വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുമാണ്. ബ്രെഡ് കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.